എന്നാൽ ഇന്ന് രാത്രിയിൽ എൻ്റെ വിഷയത്തിൽ ഞാൻ നിൽക്കിയ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. രണ്ടാമത്തെ വാക്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ മൂന്നാമത്തെ വാക്യം നിങ്ങൾക്കറിയാം. ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ് ആസ് ആൻ എക്സാമ്പിൾ. അതാണ് ഇതിൻ്റെ തലക്കെട്ട്. എൻഡ്യൂറൻസ് ഓഫ് ഫെയ്ത്ത് ആണ് അവിടുത്തെ വിഷയം. വിശ്വാസം നിലനിൽക്കുക എന്നുള്ളതാണ് വിഷയം. ആ വിഷയത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു എക്സാമ്പിൾ. അതിനെ വെച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ മൂന്നാമത്തെ വാക്യം പറയുന്നത്. നമ്മൾ മൂന്നാമത്തെ വാക്യത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് വായിച്ചോട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഡൊമിനൻ്റായി നിൽക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകരുത്. അതാണ് ഈ വാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകരുത്. എന്താണ് ഇവരുടെ സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്താണ് ഇവരുടെ സിറ്റുവേഷൻ? 10 അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വന്നാട്ട് 10 അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. ചാപ്റ്റർ 10 വേഴ്സ് 32 ഓൺവേർഡ്സ്. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. അപ്പോൾ ഇവരുടെ ഒരു കഴിഞ്ഞകാല ചരിത്രമാണ് ഇവിടെ ദൈവത്തിന്റെ ദാസന് ഇങ്ങനൊരു വേർഡ് പറയുവാൻ കാരണമായിരിക്കുന്നത്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. കഴിഞ്ഞ നാളുകളിൽ അവരുടെ അവസ്ഥകളാണ് ഇന്ന് ദൈവദാസന് ഇങ്ങനൊരു വേർഡ് എഴുതുവാനുള്ള കാരണം. എന്താ അവരുടെ കഴിഞ്ഞകാല അവസ്ഥ എന്ന് പറയുന്നത്? കഷ്ടങ്ങളാൽ പൂർവ്വകാലം കഴിച്ചത്. അപ്പോൾ നിങ്ങൾ ഒത്തിരി കഷ്ടങ്ങൾ കൂടെ നിങ്ങൾ കടന്നുപോയി, ഒത്തിരി പ്രയാസങ്ങൾ കൂടെ നിങ്ങൾ കടന്നുപോയി. എന്തെല്ലാം പ്രയാസമാണ് അവർ അനുഭവിച്ചത് നമുക്ക് അവിടെ വെളിപ്പെടുത്തുന്നത്. എന്ത് സംഭവിച്ചു? നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷികൾ, ഇതെല്ലാം ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ, യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒത്തിരി പഴികൾ കേൾക്കുവാനായിട്ട് ഇടയായി. ഇന്നത്തെ പഴികളല്ല അന്നുണ്ടായിരുന്ന പഴികൾ. അന്നത്തെ പഴികൾ എന്ന് പറയുന്നത് ഈവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവത്തിൽ തനിക്കുള്ള മുതലൊക്കെയും കണ്ടുകെട്ടുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ ഒരു സാക്ഷിയായി തീർന്നാൽ എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങിത്തിരിക്കുന്നവന് മാത്രമേ യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു വലിയ ചെലവ് അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരമുള്ള യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച മുഖാന്തരമായിട്ട് അവർ ഒത്തിരി കഷ്ടങ്ങൾ കൂടെ അവർ കടന്നുപോയി. കഷ്ടങ്ങൾ കൂടെ കടന്നുപോയത് മാത്രമല്ല, ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ എന്ത് സംഭവിച്ചു? തടവുകാരോട് അവർ സഹതപിക്കുവാനിടയായിത്തീർന്നു. എന്ത് തടവുകാരോട്? ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി തടവിലായിരിക്കുന്നവർക്ക് വേണ്ടി അവർ വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന് പ്രവർത്തിക്കുകയുണ്ടായി. അത് മാത്രമല്ല, സമ്പത്തുകളുടെ വലിയ അപഹാരം അവർ വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആത്മീയത്തിൽ നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി സഫർ ചെയ്തതായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോടാണ് ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറയുന്നത്. എന്താ ഇവിടെ പറയുന്നത്? അവിടെ 12 അധ്യായത്തിന്റെ 3 വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വേർഡ് നമ്മൾ വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഭാഗം അതാണ്. അവിടെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഒന്ന് മനസ്സിലാക്കണം, ഉള്ളിലെ ക്ഷീണം പുറത്ത് മടുപ്പായിട്ട് വെളിപ്പെടുവാൻ ഇടയായിത്തരും. ശ്രദ്ധിക്കണമേ ഇന്ന് രാത്രിയിലെ ക്ലാസ്. ഉള്ളിൽ നമ്മൾ ക്ഷീണിച്ചുവെങ്കിൽ, ഉള്ളിലെ ടയർഡ്നെസ്, ഉള്ളിലെ ക്ഷീണം അത് ഉള്ളിൽ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമല്ല, പിന്നെയോ അത് പുറത്ത് ഒരു ബലഹീനതയായിട്ട്, ഒരു മടുപ്പായിട്ട് കടന്നു വരുവാൻ കാരണമായി തീരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആത്മീയ ജീവിതത്തിൽ മടുക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ ക്ഷീണമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. എന്താണ് ഇവരെ ക്ഷീണിച്ചു പോകാനുള്ള കാരണമെന്ന്? ഇവർ ക്ഷീണിക്കുവാനുള്ള കാരണത്തെക്കുറിച്ച് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, നിങ്ങൾ ഒത്തിരി കഷ്ടങ്ങൾ കൂടെ കഴിഞ്ഞ പൂർവ്വകാലം നിങ്ങൾ കഴിച്ചു. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാ? ഇപ്പോഴും അവരെ കഷ്ടതയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ആത്മീയ ജീവിതം തുടങ്ങിയ സമയം മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്ന് വരെയുള്ള കാലങ്ങൾ നോക്കിയാൽ കഷ്ടങ്ങൾ കൂടെ മാത്രമാണ് ഇവർ മുൻപോട്ട് കടന്നു പോയത്. ഒരു വ്യക്തി വർഷങ്ങൾ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ പലപ്പോഴും നമ്മളൊരു ചോദ്യം ചോദിക്കും, ദൈവം എന്നെ
മറന്നു കളഞ്ഞു, അഥവാ ദൈവം പ്രവർത്തിക്കുന്നില്ലയോ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടതായിട്ട് ഒരു കാരണം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ദൈവത്തിന്റെ വിടുതല് കാണണമെന്നുള്ളത്. എന്നാൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവരുടെ കഴിഞ്ഞ കാലങ്ങൾ അവർ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുവാൻ കാരണമായി തീർന്നുവെങ്കിൽ ആ കഷ്ടതയിൽ നിന്നൊരു മാറ്റമില്ലാതെ വരുന്ന സ്ഥാനത്ത് സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു ക്ഷീണം കടന്നു വരും. എന്തുവാ ഈ ക്ഷീണമെന്ന് പറയുന്നത്? ഒറ്റ കാര്യം, ആ ക്ഷീണമെന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന് ഒരു ക്ഷീണം വരുവാൻ സാധിക്കും. അവരുടെ ഉള്ളിലെ വിശ്വാസത്തിന് ഒരു ക്ഷീണം വരുവാൻ സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയായിട്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പലർക്കും അവരുടെ ഉള്ളിലെ മനുഷ്യൻ ക്ഷീണിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്ന് നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറക്കുവാൻ കാരണമായി തീർന്ന ഒരു ഏലിയാവ്, രാജാവിന്റെ മുൻപിൽ ധൈര്യമായിട്ട് നിൽക്കുവാൻ കാരണമായി തീർന്നവൻ, 850 ബാലിന്റെ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഉൾപ്പെട്ട സംഘത്തെ പരിപൂർണമായിട്ട് കൊല്ലുവാൻ തക്കവണ്ണം ധൈര്യമായിട്ട് നിന്നൊരു മനുഷ്യൻ ഒരല്പകാലം കഴിഞ്ഞപ്പോൾ എന്ത് പറയുക? ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ നീ എടുത്തുകൊള്ളണം. എന്താ വാസ്തവത്തിൽ ഏലിയാവിന് സംഭവിച്ചത്? ഏലിയാവിന്റെ സഭ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിശ്വാസത്തിന്റെ ഉയർന്ന കൊടുമുടിയിൽ നിന്നു എങ്കിലും ഒരല്പം കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ തന്റെ മുൻപിൽ വീണ്ടും കടന്നു വന്നപ്പോൾ, ഒരു സമയത്ത് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ധൈര്യമായിട്ട് നിന്നത്, വെള്ളമില്ലാത്ത സമയത്തും ദൈവത്തിന്റെ ആലോചന കേട്ട് കെരീത്തോട്ടിലേക്ക് പോയവന്, കാക്ക കൊടുക്കുന്ന അപ്പം കൊണ്ട് അവൻ തൃപ്തി വന്നവന്, ആ തോട്ടത്തിൽ വെള്ളം കുടിച്ചവന്, ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടുകൊണ്ട് സാരഫത്തിലേക്ക് പോയി. ഇതൊക്കെ ആത്മീയ ജീവിതത്തിന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു ഇസബേൽ എന്നുള്ള രാജ്ഞിയുടെ വാക്കിന്റെ മുൻപിൽ ഏലിയാവ് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. എന്ത് സംഭവിച്ചു? ഏലിയാവിന്റെ ജീവിതത്തിൽ തന്റെ ഉള്ളിൽ ഒരു ക്ഷീണം കടന്നു വരുവാൻ കാരണമായി തീർന്നു. രണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദാവീദ് വളരെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവന്. ശൗലിന്റെ മുൻപിൽ ദാവീദ് ഈ ശൗലിനെ ഒരു രീതിയിലും കൊല്ലരുതെന്ന് ആഗ്രഹിച്ച്, യഹോവയുടെ അഭിഷക്തന്റെ മേൽ എന്റെ കൈ വെക്കരുത്, ദൈവം അവനെ കൊല്ലുന്ന ഒരു സമയം വരും, അല്ലെങ്കിൽ സാധാരണപ്പെട്ട ഒരു മരണം അവന് സംഭവിക്കും, അല്ലെങ്കിൽ ശത്രുവിന്റെ കൈകൊണ്ട് അവൻ മരിക്കും, എന്നാലും എന്റെ കൈകൊണ്ട് അവൻ മരിക്കരുതെന്ന് പറഞ്ഞതായിരിക്കുന്ന ദാവീദ് തനിക്ക് അവസരം ലഭിച്ചിട്ട് പോലും ശൗലിനെ കൊല്ലാതെ മാറിപ്പോയെങ്കിൽ അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ ദാവീദ് പറയുക, ഇനി ഏതായാലും ഒരു ദിവസം ശൗലിന്റെ കൈയാൽ ഞാൻ മരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദ് ഓൾറെഡി പറഞ്ഞതാ, ശൗലിനെ ദൈവം കൊല്ലും, യഹോവയുടെ അഭിഷക്തന്റെ മേൽ എന്റെ കൈ വെക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു ദാവീദാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ദാവീദ് ഇപ്രകാരം പറയുന്നത്, ഞാൻ ശൗലിന്റെ കൈയാൽ മരിക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതായിരിക്കുന്ന വാക്കുകളൊക്കെ ഇവിടെ പോയി. എന്തുകൊണ്ട് ദാവീദേ നീ ശൗലിനെ അന്ന് കൊന്നില്ല? ശൗലിനെ കൊല്ലാതിരുന്നതിന്റെ കാരണം തന്നെ ദൈവത്തിന്റെ അഭിഷക്തന്മേൽ കൈവെക്കരുന്നുള്ള ദൈവത്തെ ഭയപ്പെട്ടതാകുന്നുവെങ്കിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ച ഒരു വീഴ്ച എന്ന് പറയുന്നത് തന്റെ വിശ്വാസത്തില് ഒരു വീഴ്ച കടന്നു വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, ക്ഷീണം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്ഷീണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പിന്നെയോ ഒരു വിശ്വാസത്തിന്റെ ക്ഷീണമായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്, എന്റെയും നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ ബലപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. പുറത്തുള്ള പ്രശ്നമല്ല വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് വളരെ വലുതെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം ദൈവമക്കള്, പുറത്ത് എന്തെല്ലാം പ്രശ്നമുണ്ടായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഗോലിയാത്ത് മുൻപിൽ നിൽക്കുമ്പോൾ ദാവീദ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് വളരെ ധൈര്യശാലിയായിട്ടാണ് കടന്നു ചെല്ലുന്നത്. തനിക്ക് യാതൊരു ഭയവുമില്ല. ഗോലിയാത്ത് വാളും കൊണ്ടാണ് നിൽക്കുന്നത്, തന്റെ കയ്യിലൊരു കവണയും കല്ലുകളും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ഒരു ചിന്തയോടുകൂടി അല്ല ദാവീദ് കടന്നു പോകുന്നത്. ദാവീദിന്റെ യാത്ര കണ്ടപ്പോൾ ശൗല് തന്റെ പടനായകന്മാരെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു,
ഇവൻ ആരുടെ മകൻ, നീ ഒന്ന് തിരക്കാൻ പറഞ്ഞു. എന്താ പ്രത്യേകത? ആ സമയത്ത് ദാവീദ് കടന്നു പോകുമ്പോൾ ശൗലിനെ, ഈ ഗോലിയാത്തിനെ കൊല്ലുവാനുള്ള സകലവിധമായിരിക്കുന്ന തന്റേടവും സകലവിധമായിരിക്കുന്ന ആത്മബലവും ദാവീദിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണ് കടന്നുപോയത്. ഗോലിയാത്തിനെ ഒരു കല്ലുകൊണ്ട് കൊല്ലുന്നതിന് മുൻപ് ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഗോലിയാത്ത് എന്നെയല്ല കൊല്ലുവാൻ പോകുന്നത്, ഗോലിയാത്തിനെ ഞാൻ കൊല്ലുവാൻ പോകുകയാണ്. നീ നിന്നിച്ചായിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നീ വാളുമായിട്ട് കടന്നു വരുമ്പോൾ ആ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ കടന്നു വരുന്നു. ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, എന്റെ ഒരു കല്ല് മതി ഈ ഗോലിയാത്തിനെ കൊല്ലുവാൻ എന്നുള്ളത് ദാവീദ് മനസ്സിലാക്കി. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇത്രമാത്രം ആത്മീയമായിട്ട് ഉന്നതത്തിൽ നിൽക്കുന്ന ആ സ്ഥാനത്ത് ഒരല്പകാലങ്ങൾ പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയി. മരുഭൂമി പ്രയാണം, കാട്ടിൽ കൂടെ ഓടേണ്ടതായിരിക്കുന്ന കാലങ്ങൾ കടന്നു വന്നു. 1-2 ദിവസങ്ങളല്ല, അത് മാസങ്ങളായി വർഷങ്ങളായി മാറ്റപ്പെട്ടപ്പോൾ ദാവീദ് ചിന്തിച്ചു, ഇനിയും രക്ഷയിടുവാൻ മാർഗമില്ല, ഈ ശൗലിന്റെ കൈകൊണ്ട് ഞാൻ കൊല്ലപ്പെടുകയുള്ളൂവെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടി വരുമ്പോൾ, പ്രശ്നങ്ങൾക്ക് വിടുതലില്ലാതെ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഉള്ളിൽ ക്ഷീണം അനുഭവിക്കുക എന്ന് പറയുന്നത്. ഉള്ളിൽ ക്ഷീണം അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കണം, അത് ഒരു വലിയ പ്രതികൂലത്തിന്, ഒരു വലിയ പ്രശ്നത്തിന് കാരണമാണ്. ഉള്ളിൽ ബലമില്ല എങ്കിൽ ഒന്നിന്റെയും മുൻപിൽ നിൽക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടമാണ്, നിന്റെ ബലം കൊണ്ട് യാതൊരു ഗുണവുമില്ല. എന്താ ആവശ്യമായിരിക്കുന്നത്? ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളും എന്തെല്ലാം പ്രതികൂലങ്ങൾ മുൻപിൽ വന്നുകൊള്ളട്ടെ, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വാസത്തിൽ നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ, ഉള്ളിലെ ബലത്തോടുകൂടെ നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും, മടുപ്പ് ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യമല്ല. എന്താ ഇവിടുത്തെ വിഷയം? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഞാൻ ചിന്തിക്കുകയുണ്ടായി, ഈ മടുപ്പ് എന്തിനെ, ഈ ഉള്ളിലെ ക്ഷീണം എന്ത് കൊണ്ടുവരുന്നു? ഞാൻ ആദ്യം പറഞ്ഞു, മടുപ്പ് കൊണ്ടുവരുന്നു. ഈ മടുപ്പ് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വെളിപ്പെടുത്തുന്നത്? കഴിഞ്ഞ നാളുകൾ എത്രമാത്രം ഉന്മേഷം ഉണ്ടായിരുന്നുവോ, ഇന്ന് ആ ഉന്മേഷമൊക്കെ അങ്ങ് പോയി. ഇന്നും വരുന്നില്ലെന്നല്ല പറഞ്ഞു വരുന്നത്, ഇന്നും അതിനൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് അതിനകത്ത് പങ്കെടുക്കുന്നില്ല. എന്തൊക്കെയോ അങ്ങ് ദൂരത്തിലിരിക്കുക, എന്തൊക്കെയോ വളരെ വിദൂരതയിലായിരിക്കുക. ഉള്ളം കൊണ്ട് സന്തോഷം കൊണ്ടല്ല കടന്നു വരുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന് മക്കളോട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും, ഒരു പാത്രം വെള്ളം നിങ്ങൾ കൊടുത്താലും, ഒരു ആരാധനയ്ക്ക് നിങ്ങൾ കടന്നു വന്നാലും, ഒരു ബൈബിൾ സ്റ്റഡിക്ക് നിങ്ങൾ കടന്നു വന്നാലും, ലോകത്തിൽ എവിടെ എന്തെല്ലാം കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടി വന്നാലും, ഒരു കാര്യം നിങ്ങൾക്കുണ്ടാകണം, നിങ്ങളുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് മാത്രമേ അത് ചെയ്യുവാനിടയാകാവൂ. ഉള്ളിലൊരു സന്തോഷമില്ലാതെ എന്ത് ചെയ്യുന്നത് കൊണ്ടും യാതൊരു പ്രയോജനവും നമുക്കില്ല. നമ്മൾ മനസ്സിലാക്കണം, ഉള്ളിൽ ആ സന്തോഷമുണ്ടാകണം, ഉള്ളിൽ ആനന്ദമുണ്ടാകണം. മടുപ്പ് കടന്നു വരുവാൻ സാധിക്കും. എന്തുകൊണ്ടും മടുപ്പ് കടന്നു വരും? ഞാൻ ആദ്യം പറഞ്ഞു, ഉള്ളിൽ എന്ത് ചെയ്തു? ക്ഷീണിച്ചു പോകുക. ഈ ക്ഷീണം എന്തിലേക്ക് നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. വായിച്ചോട്ട് Proverbs chapter 14 verse number 14. Underline that verse. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന്. പുറമേ വിശ്വാസത്യാഗമെന്നല്ല അവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം പഠിക്കുമ്പോൾ വളരെയധികമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഹൃദയം കൊണ്ടുള്ള ബന്ധമെന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, എന്തുവാ വലിയ കൽപ്പന? യേശു ഇപ്രകാരം പഴയ നിയമത്തിലെ കൽപ്പന വീണ്ടും ആവർത്തിച്ചു കൊടുത്തു. എന്തുവാ കൊടുത്തത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ. അപ്പോൾ ഹൃദയത്തിന്റെ ഒരു കംപ്ലീറ്റ്നെസ്, ഹൃദയത്തിന്റെ ഒരു പൂർണ്ണത, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആവശ്യം എന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും. അപ്പോൾ മുമ്പേ നമ്മൾ വായിച്ച ഒരു വാക്യം ഇതാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പോൾ ഞാൻ ഈ 2 വാക്യങ്ങളോടൊന്ന് കോട്ട് ചെയ്തുകൊണ്ട് ഒരുമിച്ചൊരു വേർഡ് ഞാൻ വെക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകുക എന്ന് പറയുമ്പോൾ ആ ക്ഷീണത്തിന്റെ തുടക്കം ഒരല്പകാലം മുൻപോട്ട് വിടുവാനായിട്ട് അലവ് ചെയ്താൽ അതുകൊണ്ടെത്തിക്കുന്നത് വിശ്വാസത്യാഗത്തിലായിരിക്കും. ഉള്ളിലെ ക്ഷീണം
വളരെ ഈസി ആയിട്ട് വളരെ നിസ്സാരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ്. പക്ഷെ നിസ്സാരമെന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന ഉള്ളിലെ ക്ഷീണം ഒരല്പകാലം നമ്മൾ വെറുതെ വിട്ടുകളഞ്ഞാൽ ആ ഉള്ളിലെ ക്ഷീണം പെതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസത്യാഗം കൊണ്ടെത്തിക്കുക. ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞേട്ടോ. ഉള്ളിൽ ഒരു വിശ്വാസത്യാഗം കൊണ്ട് എത്തിക്കും. അപ്പോൾ ആ വിശ്വാസത്യാഗം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി എന്ത് ചിന്തിക്കുന്നുവോ ഒരാത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ അവൻ ചിന്തിക്കത്തില്ല, പകരം ചിന്തിക്കുന്നത് തൻ്റെ കാഴ്ചപ്പാടിനനുസൃതമായിട്ടായിരിക്കും. അതോടുകൂടെ ആത്മീയമായിരിക്കുന്ന ദർശനം നഷ്ടപ്പെട്ടു, ആത്മീയമായിരിക്കുന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കേണ്ട വില നഷ്ടപ്പെട്ടു. പല കാര്യങ്ങൾ അവർ ചെയ്യുമായിരിക്കാം, പക്ഷെ ശ്രദ്ധിച്ചോണം, ഈ ഒരു വേർഡ് ഹൃദയത്തിൽ വിശ്വാസത്യാഗം വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് തൻ്റെ ആത്മജീവിതം അവസാനിപ്പിക്കുക. ഞാൻ വളരെ പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്യമാണെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുക. ഇയ്യോബ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഭാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്താ അതിന് കാരണമായി തീർന്നത്? തൻ്റെ മക്കളെല്ലാം കൂടി ഒരു സഹോദരൻ്റെ വീട്ടിലോ ഒരുമിച്ചൊരു കൂട്ടായ്മയൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ഇയ്യോബ് ആദ്യം ചെയ്യുന്ന തൻ്റെ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരു യാഗം കഴിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവ ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ഒരു യാഗം കഴിക്കുവാൻ കാരണമായി തീർന്നു. ഇയ്യോബ് മനസ്സിലാക്കി അതിന്റെ ക്ഷീണം, അതിൻ്റെതായിരിക്കുന്ന പവർ എത്ര വലുതാണെന്ന്. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവന്റെ ആത്മീയ ജീവിതത്തിൽ അവൻ മുൻപോട്ട് കടന്നു പോകുന്നത് അവന്റെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, ചില ആചാരങ്ങൾ കൊണ്ടാകരുത്, ചില ചട്ടങ്ങൾ കൊണ്ടാകരുത്. പിന്നെ എന്തുകൊണ്ടാകണം? ഹൃദയം കൊണ്ടായിരിക്കണം. ഞാൻ ഈ വാക്യം പഠിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. അവിടെ താഴെ വായിക്കുന്ന ഒരു വാക്യമായി ഇപ്രകാരമാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞൊരു വേർഡ്, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചു. ഞാനൊന്ന് ചിന്തിച്ചു നോക്കി, കർത്താവായ യേശുവിന് ആരെല്ലാം വിരോധം കൊടുത്തു? റോമൻ പടയാളികളോ റോമൻ ജനങ്ങളോ മാത്രമല്ല യേശുക്രിസ്തുവിന് പ്രയാസം കൊടുത്തത്. പിന്നെയോ അന്നത്തെ യഹൂദന്മാരുടെ മതത്തിന്റെ മഹാപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ള ജനം ഈ യേശുക്രിസ്തുവിന് പ്രതികൂലമായിട്ട് നിന്നുവെങ്കിൽ ദൈവത്തിന്റെ തിരുവചനത്തിന് മുൻപിൽ അവൻ മഹാപുരോഹിതന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്നവനായിരിക്കെ ദൈവത്തിന്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിരിക്കെ, എന്നാൽ സ്വർഗ്ഗ ദൈവത്തിന്റെ ദാസന് ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും പേര് പറയുവാൻ സാധിച്ചുവെങ്കിൽ ഹിസ് ഹൈനസ് എന്നുള്ള പേരല്ല അവൻ പറഞ്ഞത്, പാപി എന്നുള്ള പേരാ പറഞ്ഞത്. ഇതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ അന്നത്തെ മഹാപുരോഹിതനായിരിക്കുന്ന ഹന്നാവിനെയും കയ്യഫാവിനെയും ഉൾപ്പെടെ കർത്താവായ യേശുക്രിസ്തുവിന് പ്രതികൂലമായി നിന്ന ജനത്തെ ദൈവത്തിന്റെ ദാസന് ഒരു കൂട്ടമായിട്ട് വേർതിരിച്ചുവെങ്കിൽ പാപികൾ എന്നുള്ള പേര് വിളിക്കുവാൻ കാരണമായി തീർന്നു. ആത്മീയത്തിൽ ഉന്നതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജീവിതങ്ങൾ, സമൂഹത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ദൈവത്തിന്റെ വേണ്ടി നിൽക്കുന്നു പ്രവർത്തിക്കുന്നുവെന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ദൈവത്തിന്റെ ദാസൻ അവരുടെ പേര് പറയുവാൻ സാധിച്ചപ്പോൾ അവരെ പറഞ്ഞത് ഒരൊറ്റ വിശേഷണത്തോടുകൂടിയാണ്, പാപി എന്നുള്ള പേരാ കൊടുത്തത്. ഞാൻ ചിന്തിക്കുകയുണ്ടായി, നീ സമൂഹത്തിൽ എത്ര ഉന്നതനായിരുന്നാലും, നീ ആത്മീയ തലത്തിൽ എത്ര ഉന്നതനായിരുന്നാലും, എന്റെ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിലും നിങ്ങളിൽ കൂടെ കടന്നു വരുന്നുവെങ്കിൽ, ഹൃദയത്തിൽ വിശ്വാസത്യാഗം വന്നുകൊണ്ട് ഒരു പ്രവൃത്തി എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ തിരുവചനത്തിൽ പറയുവാനുള്ള പേര് ഒന്നേ ഉള്ളൂ, അവൻ പാപി എന്നുള്ള പേര്. മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞു വരുന്നേ. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ മാറ്റിവെച്ചത് ഒറ്റ പേരാ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കിയോടാം, താൻ കൂട്ടിവെച്ചതായിരിക്കുന്ന ജനക്കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു സാധാരണപ്പെട്ട ഒരു ജാതി മാത്രമല്ല, സമൂഹത്തിലെ ഉന്നതന്മാരും ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ചോണേ, സ്വർഗ്ഗത്തിലെ ദൈവത്തിനറിയാം സമൂഹത്തിലെ ഉന്നതന്മാർ പാപിയാണോ അല്ലയോ എന്നുള്ളത്. സമൂഹത്തിൽ ഉന്നതന്മാരായിരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ ആത്മീയ മൂട്ടുപടം ഉണ്ടാകുമായിരിക്കുക. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് മുൻപിൽ കണക്കുണ്ട്, നീ ആരാണെന്നുള്ളത്. ശ്രദ്ധിച്ചോണേ, ആ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനും നിങ്ങൾ വിറയ്ക്കേണ്ടതാ.
എന്നെയും നിങ്ങളെയും ദൈവം എങ്ങനെ കാണുന്നുവെന്നുള്ളത്. എന്താ ഇവിടുത്തെ വിഷയം? ദൈവത്തിൻ്റെ ദാസനെ പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പോൾ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഹൃദയത്തിൽ വിശ്വാസത്യാഗമുണ്ടാകും. ഹൃദയത്തിൽ വിശ്വാസത്യാഗമുണ്ടായാൽ എന്തുവരും? തൻ്റെ നടപ്പിൽ മടുപ്പ് വരും. താൻ ചെയ്യുന്നതിനകത്തൊന്നും ഒരു സന്തോഷമുണ്ടാകത്തില്ല. ആരുടെയോ നിർബന്ധം കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ, ആരൊക്കെയോ പ്രേരിപ്പിച്ചതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ, മറ്റുള്ളവർക്ക് കണക്ക് ബോധിപ്പിക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതല്ല വേണ്ടത്. ദൈവത്തിൻ്റെ ദാസനെ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എന്നാൽ ഞാൻ എങ്ങനെ ചെയ്യണം? നിർബന്ധം കൊണ്ട് ചെയ്യുവാനല്ല, മനഃപൂർവ്വമായി ഞാൻ ചെയ്യുന്നുവെങ്കിൽ എനിക്കതുകൊണ്ട് പ്രതിഫലമുണ്ട്. നിർബന്ധം കൊണ്ട് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ ഫോഴ്സ് ചെലുത്തിയിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ സാധിക്കും. അതല്ല വേണ്ടത്. എന്നെയും നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ശക്തി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസ സന്തോഷമായിരിക്കണം. ദൈവമായിട്ടുള്ള എൻ്റെയും നിങ്ങളുടെ ബന്ധമായിരിക്കണം. എന്നെ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ശക്തി എന്ന് പറയുന്നത് അതാണ് എന്നെ നിങ്ങളെ മുൻപോട്ട് വിടേണ്ടത്. മറ്റൊന്നുമല്ല എന്നെ നിങ്ങളെ മുൻപോട്ട് നയിക്കേണ്ടത്. ചില പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുവെന്നുള്ളത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെ ക്ഷീണിച്ച് മടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ കൊള്ളാമായത്, എന്ത് ചെയ്താൽ ഇതൊക്കെയെന്ന് ഇതിൽ നിന്നൊക്കെ മാറ്റപ്പെടാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകളിൽ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസന് ഇത്രമാത്രം ശക്തമായി പറയുവാൻ കാരണമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോളുമീൻ. ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവരോട് ഇത്രയും ഗൗരവമായിട്ട് പറയുവാൻ കാരണം? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, കഴിഞ്ഞ നാളുകൾ ഇവരെന്തെല്ലാം വിട്ടു. ഇവർ ദൈവത്തിന് വേണ്ടി അപമാനം വഹിച്ചു, ദുഷികളവരേറ്റു, പരിഹാസം അവരേറ്റു, അടികളേറ്റു, അവർ തടവുകാർക്ക് സപ്പോർട്ടായിട്ടൊന്നു, അവർ പലതും വേണ്ടെന്ന് വെച്ചു, പലതും അവർ നഷ്ടമാക്കി. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ചെയ്തുവെങ്കിൽ ദൈവം ഇന്ന് നോക്കുന്നത് എന്ത്? വായിച്ചോട്ടെ, എഹെസ്കേൽ പുസ്തകത്തിലേക്ക് കടന്നു വന്നാട്ടെ. എഹെസ്കേൽ chapter 33 verse 12. ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്താട്ട വേർഡ്. നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാൾ. വി ആർ റീഡിംഗ് എഹെസ്കേൽ chapter 33 verse number 12. എഹെസ്കേൽ 33 verse 12. നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ, യെസ്, അവൻ്റെ നീതി അവനെ രക്ഷിക്കയില്ല. താഴെ ശ്രദ്ധിക്കണ വേർഡ്. നിലനിൽക്കാൻ പറ്റുന്ന ഒരു സമയമെന്ന് പറയുന്നത് എന്നുവരെ ഞാൻ നിൽക്കുന്നുവെന്നുള്ളതാ. നീതിമാനായി നിൽക്കുന്നിടത്തോളം കാലം, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത നീതി പ്രവൃത്തിക്ക് എനിക്കൊരു ഗുണമുണ്ട്. പക്ഷെങ്കിൽ കഴിഞ്ഞ നാളുകൾ ഞാൻ നീതി പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് ഇന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ നാളുകൾ ചെയ്ത ഒരു നീതി പ്രവൃത്തിയുടെയും ഒരു പ്രതിഫലം നമുക്ക് കിട്ടത്തില്ല. എനിക്കിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം നോക്കുന്നത് ഇന്നലത്തെ നന്മ പ്രവൃത്തി അല്ല, ദൈവം നോക്കുന്നത് ഇന്നത്തെ ജീവിതമാണ്. ഇന്നലെ ഒത്തിരി നല്ലവനായിരുന്നു, ഒത്തിരി ദൈവത്തിന് മേടിച്ച്, ഒത്തിരി പരിഹാസമേറ്റു, ഒത്തിരി നിന്ദകളേറ്റു, ഒത്തിരി ദുഷിയേറ്റു, ഇതൊക്കെ നല്ലതാണ്. ഇന്ന് ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ, ഇന്നലെ ഞാനിത് സഹിച്ചുവെന്ന് പറഞ്ഞിട്ട് ഇന്ന് എൻ്റെ ആ നീതി ഞാൻ വിട്ടുമാറുന്നു എങ്കിൽ ആ നീതി കൊണ്ട് എനിക്ക് യാതൊരു ഗുണവുമില്ല. ആ കഴിഞ്ഞ നാളുകൾ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധമാക്കിയതുപോലെ ഞാൻ ഇന്ന് അതിക്രമം ചെയ്യുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ നീതി പ്രവൃത്തി മുഴുവൻ പരിപൂർണമായി ശുദ്ധമായി. അവിടുന്ന് ഒന്നുമില്ല പിന്നെ നീതി പ്രവൃത്തി എന്ന് പറയുവാൻ. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു. ദൈവം നോക്കുന്നത് ഇന്നത്തെ അനുഭവം. ദൈവമക്കൾ മനസ്സിലാക്കണം ഈ വിഷയം. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ എത്ര നേരം എന്ത് ചെയ്തു എന്നുള്ളതല്ലേ ചോദിക്കുന്നത്, ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാ ദൈവത്തിന്റെ വിഷയം. ഇന്ന് എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. വാസ്തവത്തിൽ സന്തോഷിക്കേണ്ടതാ. കാരണം ആത്മീയത്തിൽ കാലങ്ങൾ നിന്നിട്ടുള്ള ദൈവദാസന്മാർ കഴിഞ്ഞ നാളുകൾ ദീർഘകാലങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, അവർ ഇന്നും നിലനിൽക്കുന്നുവെങ്കിൽ അവരെ ഓർത്ത് അഭിമാനം കൊള്ളേണ്ടതാ.
കാരണം എന്നാണെന്നറിയാമോ? ഒരു പുതിയ ഒരനുഭവത്തിൽ നിന്നിട്ട് ചില വർഷങ്ങൾ നിന്നിട്ട് അതുപോലെ മാറിപ്പോകാൻ പറ്റും. പക്ഷെ കാലങ്ങളുടെ കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ കാലങ്ങൾ അവർ ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോയവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഒരു ദൈവദാസൻ ഞാൻ 40 കൊല്ലമായി അല്ലെങ്കിൽ 25 കൊല്ലമായി എന്ന് പറയുമ്പോൾ അതിനർത്ഥമുണ്ട്. കഴിഞ്ഞ നാളുകളൊക്കെ ദൈവം എന്നെ ജയത്തോടെ നടത്തി, ഇന്നും എന്നെ ജയത്തോടെ നടത്തി. എന്താ വ്യക്തിക്കുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇവിടെ ഇന്ന് ഞാൻ ദൈവസന്നിധാനത്തിരുന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ഏത് വ്യക്തിയും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഉയർത്തപ്പെടണമെങ്കിൽ, ദൈവം അവരെ മാനിച്ചുയർത്തണമെങ്കിൽ ഒത്തിരി പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകാതെ സാധ്യമല്ല. പുറമെ നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ കാണുവാൻ സാധിക്കത്തില്ല. അവരുടെ ആന്തരികമായിരിക്കുന്ന അവർ പേഴ്സണലി അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഏതെല്ലാം പ്രയാസങ്ങൾ കൂടെ പ്രശ്നങ്ങൾ കൂടെ അവർ കടന്നു പോയെന്നോ. കാരണം ഒരു പ്രശ്നം കൂടാതെ അടുത്ത ലെവൽ ഓഫ് ഗ്രോത്തിലേക്ക് അവർക്ക് കടക്കുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ആരും ദൈവത്തിന് വേണ്ടി ആരെങ്കിലും ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമുക്ക് പഠിക്കുവാനുള്ള പലതുമുണ്ട്. എന്താ കഴിഞ്ഞ നാളുകളിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന കഷ്ടതകൾ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രയാസങ്ങൾ, പലപ്പോഴും പലരെ തളർത്തിക്കളയുന്ന പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അവർക്ക് നിലനിൽക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്നും അവർ നിലനിൽക്കുവാനുള്ള കാരണം. നിലനിൽക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദാസനെ പ്രകാരം പറയുന്നു, ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ക്ഷീണിച്ച് മടുത്തു പോകരുത്. ഞാൻ ചിന്തിക്കുകയായത് എന്ത് ചെയ്താൽ ക്ഷീണിച്ച് മടുത്തു പോകത്തില്ല. ഞാൻ നോക്കി എന്തെല്ലാം ചെയ്യണം. ഞാൻ ഒന്ന് മനസ്സിലാക്കിയത്, ഒന്നാമത് ഇങ്ങനെയുള്ള ക്ഷീണങ്ങളൊക്കെ വരുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് നമ്മളെ വെട്ടിയെടുത്ത ഘനികപ്പത്തെ ഒന്ന് നോക്കണം. എവിടുന്നാണ് എന്നെ നിങ്ങളെ വെട്ടിയെടുത്തത്? എവിടുന്നാണ് എന്നെയും നിങ്ങളെ രക്ഷിച്ചത്? ഇന്നത്തെ ബുദ്ധിമുട്ടിന്റെ അവസ്ഥകളല്ല, എന്നെ ഏതവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അതൊന്ന് ചിന്തിച്ചാൽ തന്നെ എൻ്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയപ്പെടും. പരദേശി മോക്ഷയാത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്. രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുക. അവരുടെ നടപ്പിൽ വളരെ ക്ഷീണമായി, യാത്ര ഒത്തിരി മുമ്പോട്ടുണ്ട്. രണ്ടുപേരും കൂടി ചിന്തിച്ചു, എന്ത് വേണം, ഇങ്ങനെ നടന്നു പോവുകയാണല്ലോ, എന്താ ആവശ്യമായിരിക്കുന്നത്? അപ്രകാരം ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, നമുക്കൊന്ന് സംസാരിക്കുക. നീ എവിടുന്നാണ് രക്ഷയിലേക്ക് വന്നത്? ഏത് സിറ്റുവേഷനിലാണ് നിന്നെ രക്ഷിച്ചത്? എവിടുന്നാണ് നീ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്? പ്രിയപ്പെട്ടവരെ, ആ ഒരു കാഴ്ച നമ്മുടെ ഉള്ളിൽ കണ്ടാൽ, കാരണം എന്നാണെന്നറിയാമോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെയും നിങ്ങളുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയപ്പെടുവാനായിട്ടിടയായിത്തീരും. എന്റെയും നിങ്ങളുടെ ഉള്ളം ആനന്ദം കൊണ്ട് നിറയപ്പെടുവാൻ സാധിക്കും. ഒന്നും മറന്നു കളയരുത്. പ്രൈസ് ഗോഡ്. നിങ്ങളെ വെട്ടിയെടുത്ത പാറ, എവിടുന്നാ നിങ്ങളെ വെട്ടിയെടുത്തത്? ഒരു പാറയിൽ നിന്ന് നിങ്ങളെ കരങ്ങളുയർത്തി ദൈവത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഇതൊക്കെ ശക്തിയോടെ നമ്മളെ വെട്ടിയെടുത്തൊരു പാറയുണ്ട്. ആ പാറയുടെ കൂട്ടത്തിൽ കിടന്ന സ്ഥാനത്ത് നിന്നാണ് അവിടുന്ന് വെട്ടിയെടുത്തത്. ആ പാറയിലേക്കൊന്ന് നോക്ക. നിങ്ങളെ വെട്ടിയെടുത്ത ഗർഭത്തിലേക്കൊന്ന് നോക്ക്. എവിടുന്നാണ് നിങ്ങളെ വെട്ടിയെടുത്തത്? ആ ഒരു നോട്ടം തന്നെ, ആ ഒരു പിന്നോട്ടുള്ള കാഴ്ച തന്നെ നമ്മുടെ ഉള്ളിൽ ബലം തരുവാനിടയായിത്തീരും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ജീവിതത്തിൽ ഒരിക്കലും മറന്നു കളയരുത്. എവിടുന്നാണ്, ഏതളവിലാണ്, എവിടെ വച്ചാണ് ഞാൻ രക്ഷപ്പെടുവാൻ കാരണമായി തീർന്നത്? എന്തായിരുന്നു എൻ്റെ സിറ്റുവേഷൻസ്? ഒരു കാര്യം പറയുവാൻ സാധിക്കും, അത് ഉള്ളത്തിൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും. രണ്ടാമതായിട്ട് എന്ത് ചെയ്താൽ നമ്മുടെ ഈ ക്ഷീണം മാറ്റാം? രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്തുമായിരിക്കുന്ന ദൈവത്തിലെ സാക്ഷ്യങ്ങൾ ഒന്ന് നോക്കണം. എന്താ ദൈവം ചെയ്തത്? ദൈവം വല്ലതും ചെയ്തിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്. പൗലോസിനോട് ചേർന്ന് പറയുവാൻ സാധിക്കും, ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം നമുക്ക് ജയം തന്നു. ആ ജയത്തെ ഒന്നോർത്താൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല. ഇതാണ് ദാവീദ് പറഞ്ഞത്,
ഗോലിയാത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ദാവീദിന് ഓർക്കുവാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരൊറ്റ ഓർമ്മയോടുകൂടി ആ ദാവീദ് കടന്നു ചെല്ലുന്നത്. അതുകൊണ്ട് ആ ദാവീദ് ശൗലി ചോദിച്ചപ്പോൾ ഈ വേർഡ് തന്നെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കഴിഞ്ഞ നാളുകൾ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന്, കരടിയുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചവൻ. ഈ ഗോലിയാത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ, ഗോലിയാത്തിന് മുൻപിലേക്ക് കടന്നു പോകാൻ പോകുമ്പോൾ തൻ്റെ ഉള്ളിൽ വന്ന ചിന്ത എന്താ? കഴിഞ്ഞ നാളുകൾ എന്നെ വിടുവിച്ചവൻ, കഴിഞ്ഞ നാളുകൾ എന്നെ സഹായിച്ചവൻ, എല്ലാവരും കൂടെ തോഴിക്കേണ്ട സ്ഥാനത്ത് നിന്ന് തൻ്റെ വലം കരനീട്ടി എന്നെ ഉയർത്തിയവൻ. പ്രിയപ്പെട്ടവരെ, വാസ്തവമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുമെങ്കിൽ, ഈ ചിന്ത എൻ്റെയും നിങ്ങളുടെ ഉള്ളത്തിലൊന്ന് കടന്നു വരുമെങ്കിൽ അതിനേക്കാൾ വലിയ ബലം മറ്റൊന്നുമില്ല. ഞാൻ ഓക്കെ ഉണ്ടായി, ഇതെന്ത് ചെയ്താൽ പറ്റും? ഈ പർട്ടിക്കുലർ സ്ഥാനത്ത് ഇങ്ങനെ പ്രയാസങ്ങൾ ക്ഷീണിച്ചു പോകുന്ന സ്ഥാനത്ത് വളരെ നല്ലതാ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നത്. അത് മാത്രം കേൾക്കുന്നത് മാത്രമല്ല, നമ്മുടെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത്. കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരും, പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് ഇരട്ടി വിശ്വാസമുണ്ടാകും. എന്ത് വേണം? ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഓർത്തോണം, ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഒരു ദിവസം ദൈവം കഴിഞ്ഞ നാളുകൾ ചെയ്ത സാക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞോണം. ഉള്ള ബലം വരുന്നത് എനിക്ക് നിങ്ങൾ കാണുവാൻ സാധിക്കും. മൂന്നാമത് വേണ്ടത് ദൈവത്തിൻ്റെ പാദപീഠങ്ങൾ കാത്തിരിക്കുക. 2 കാര്യം അതിനകത്തുണ്ട്. 1 പ്രാർത്ഥന, 2 ദൈവവചന ധ്യാനം, മെഡിറ്റേഷൻ ആൻഡ് പ്രയർ. യെശയ്യ 40:31. യെശയ്യ 40:31. യെശയ്യ ചാപ്റ്റർ 40 വേഴ്സ് 31. ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കാം. അവ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. എന്താ വേണ്ടത്? കാത്തിരിക്കുക, ദൈവസന്നിധാനത്ത് പോയി ഇരിക്കുക. അതാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ സമയത്ത് നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് കൂടെ നമ്മുടെ ചിന്താഗതികൾ മാറ്റാമെന്നാണ്. ലോകമക്കളാകുന്നുവെങ്കിൽ ഈ പർട്ടിക്കുലർ സമയത്താണ് ലോകത്തിൻ്റെ ഇമ്പങ്ങൾ കൂടെ അവർ കടന്നു പോകുന്നത്. ഞാൻ ഓർപ്പിക്കട്ടെ, അതൊന്നുമല്ല ഒരു മനുഷ്യനെ വിടുവിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് കടന്നു എന്നിരിക്കുമ്പോൾ, ദൈവത്തിങ്കിൽ നിന്ന് ഞാൻ പ്രാപിക്കുമ്പോൾ എന്ത് പറയുന്നു സങ്കീർത്തനക്കാരൻ? 63-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, Psalm 63 verse 4. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും, അണ്ടർലൈൻ ചെയ്താട്ട് ആ വേർഡ്, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും. താഴോട്ട്, ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്തു വരുന്നു? എൻ്റെ പാണ്ണ് മജ്ജയും മേധസ്സും വരുന്നു. എൻ്റെ സോൾ പുഷ്ടി പ്രാപിക്കുന്നു, എൻ്റെ സോൾ ബലപ്പെടുക. എന്താ വേണ്ടത്? മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചെന്നിരിക്കുക. ഇത് അനുഭവിച്ച സങ്കീർത്തനക്കാരനാണ് ഇപ്രകാരം പറയുന്നത്. 138-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം, Psalms 138 verse 3. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എന്ത് ചെയ്തു? ഞാൻ വിളിച്ചപേക്ഷിച്ചു. വെയിറ്റഡ് ഓൺ ദ ലോർഡ്. ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. ദൈവത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? എൻ്റെ ഉള്ളിൽ ബലം നൽകി. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ ബലം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത് വളരെ ആവശ്യമാണ്. ദൈവസന്നിധി നിങ്ങൾക്കറിയാം. സങ്കീർത്തനം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഒരു സങ്കീർത്തനമുണ്ട്. ആ സങ്കീർത്തനം ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ടോ എനിക്ക് അഹങ്കാരോട് അസൂയ തോന്നി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് അവസാനം ഞാൻ ഒരു കാര്യം ചെയ്തു. ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നിട്ട് അവരുടെ അന്തമെത്താകും എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, നീ അവരെ വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്, ഞാനോ ദൈവത്തിൻ്റെ ദയെ കാണുവാൻ സാധിക്കുന്ന ആ വ്യത്യാസം. ഇത് മനസ്സിലാക്കണമായതിൽ എന്തു വേണമായിരുന്നു? സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലണമായിരുന്നു.
ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാത്തിടത്തോളം കാലം ആ ദൈവദാസന് ഈ മാറ്റം കാണുവാൻ സാധ്യമല്ല. ലോകത്തിൻ്റെ അനുസരണമായിട്ട് നിൽക്കുന്നുവെങ്കിൽ തൻ്റെ കാഴ്ചപ്പാട് അതിനനുസരണമായിട്ട് പോകും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു? 2 Corinthians chapter 4 verse 16. 2 Corinthians 4-16 വാക്യം. 2 Corinthians 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും പ്രൈസ് ഗാഡ്, എന്ത് സംഭവിച്ചു? ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ അകമേയുള്ള മനുഷ്യൻ ബലപ്പെടുകയാണ്. അകമയുള്ള മനുഷ്യൻ ബലം പ്രാപിച്ചു വരിക. അകമയുള്ള മനുഷ്യൻ ബലപ്പെടുക. പുറമേയുള്ള ശരീരത്തിനല്ല ശക്തിയുള്ളത്, അകമയുള്ള മനുഷ്യനാ ശക്തിയുള്ളത്. അകമയുള്ള മനുഷ്യന് ശക്തിയുണ്ടെങ്കിൽ പുറമേയുള്ള പ്രതിസന്ധികളൊന്നും ഒരു പ്രശ്നമല്ല. അകമേ ശക്തിയുള്ള മോശയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ ഒരു പ്രശ്നമല്ല. അകമേ ശക്തി ഇല്ലാത്ത ഇസ്രായേൽ മക്കൾക്ക് മുൻപിൽ നിൽക്കുന്ന ചെങ്കടൽ വലിയ പ്രശ്നവുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രശ്നമെന്ന് പറയുന്നത് ചുറ്റുപാടുകളല്ല. പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ അകമേയുള്ള അവസ്ഥയാണ്. നമ്മുടെ അകത്തെ അവസ്ഥയാണ് പ്രാധാന്യമായിരിക്കുന്നത്. ചുറ്റുപാടുകൾ എന്തുമാർഗ സർക്കംസ്റ്റാൻസസ് അല്ല എന്നെയും നിങ്ങളെയും ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയാണ് എന്നെയും നിങ്ങളെയും ഞാനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, എന്തു വേണം? ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറയുന്നു, ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകുന്നില്ലേ? ഞങ്ങളുടെ അകമയോട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. അപ്പോൾ ഈ അകമയുള്ള മനുഷ്യൻ ബലം പ്രാപിക്കുന്നുവെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണമാണ്, അകമയുള്ള മനുഷ്യൻ ബലപ്പെടുന്നതിനനുസൃതമായിട്ട് പുറമേ പ്രവർത്തനങ്ങൾ വെളിപ്പെടുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ വീടിൽ ഞാൻ നിൽക്കുക. എന്താ വേണ്ടത്? ദൈവത്തോടുള്ള കൂട്ടായ്മ, മെഡിറ്റേഷൻ, പ്രാർത്ഥന. ദൈവ സന്നിധാനത്തിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? എൻ്റെ പുറത്ത് എനിക്ക് എന്തെങ്കിലും ബലം കിട്ടുകയല്ല ചെയ്യുന്നത്. സംഗീതക്കാരൻ പറഞ്ഞത്, രാത്രിയാമം ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണൻ മജ്ജയും മേധസ്സും കൊണ്ടതുപോലെ തൃപ്തി വരുത്തുന്നു. ഭൗതികമായിരിക്കുന്ന ആഹാരം കൊണ്ട് ഭൗതിക ശരീരത്തിന് ബലം കിട്ടുന്നുവെങ്കിൽ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുന്ന ആഹാരമാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ ബലപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പുഷ്ടി എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ച് ഈ പുഷ്ടി ഉപയോഗിക്കപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് അതിൻ്റെ ബലം വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം, ആഹാരമൊക്കെ കഴിച്ച് നന്നായിട്ട് ഒത്തിരി ഞാൻ കഴിച്ച് വണ്ണമൊക്കെ വെച്ച് ഇരിക്കാൻ പറ്റും. അവർ കുറച്ച് കാലം കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ല. നന്നായിട്ട് ആഹാരം കഴിച്ചു, നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസും ചെയ്തുകൊണ്ട് പോകുന്നവരെ നോക്കിയാൽ ഒന്ന് അറിയാം, അവരൊരു ഫുട്ബോൾ ഗെയിമിലൊക്കെ ഓടണമെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഓടണമെങ്കിൽ വളരെ പുഷ്പം പോലെ അവർ ഓടിക്കോളും. എന്താ കാരണം? അതിനുള്ള സ്റ്റാമിന അവർക്കുണ്ട്. ഈ കഴിച്ച ആഹാരമാണ്. കഴിച്ച ഒരു കൂട്ടം ആൾക്കാർ ആഹാരം കൊണ്ട് എഴുന്നേക്കാൻ പറ്റാതായിത്തീർന്നെങ്കിൽ മറ്റൊരു കൂട്ടം ആൾക്കാർ ഈ ആഹാരം കൊണ്ട് ഓടുക. തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? ഒന്നാമത്തെ കൂട്ടം ആഹാരം കഴിച്ചതേ ഉള്ളൂ, അതിനനുസരിച്ച് ഒരു എക്സസൈസും ഇല്ല. രണ്ടാമത്തെ കൂട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കഴിച്ച ആഹാരത്തിനനുസൃതമായിട്ടൊരു എക്സസൈസ് ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ ശരീരത്തിനത് ആരോഗ്യമായി മാറ്റി. ശ്രദ്ധിച്ചോണേ, ആത്മീയ ജീവിതത്തിൽ 2 കൂട്ടത്തെ കാണാം. ആത്മീയ പുഷ്ടി അനുഭവിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ. 2 ആത്മീയ പുഷ്ടി അനുഭവിച്ച് ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന പാത്രം. ഇതിലേതാ നിങ്ങളെന്നുള്ളത് ചിന്തിച്ചോണം. 2-ലേതെങ്കിലും ഒരു ലൈനിലേക്ക് അത് മാറുവാൻ സാധിക്കും. കാരണം കഴിക്കുന്ന ആഹാരമാണോ അകത്തോട്ട് അത് കിട്ടുന്നുവെങ്കിൽ അത് എൻ്റെ ശരീരത്തിന് ആരോഗ്യമായി മാറ്റണം. പക്ഷെങ്കിൽ അത് ആരോഗ്യമായി തീരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സസൈസ് ഉണ്ടാകരുത്. ഉണ്ടായില്ലെങ്കിൽ അത് ആരോഗ്യമാകത്തില്ല, അത് ശരീരത്തിന് കേടാ. കഴിക്കുന്നത് ആഹാരം, പക്ഷെങ്കിൽ അതിനോട് എന്തു വേണം? നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഇവിടുത്തെ വിഷയം? ദൈവ സന്നിധാനത്തിൽ ഞാൻ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു ചെന്ന് യഹോവയെ കാത്തിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിനല്ല, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു.
അവർക്കൊരു ക്രിസ്തീയ ജീവിതം ഒരു സാറ്റിസ്ഫൈഡ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാലാമതായിട്ട് എന്ത് ചെയ്താൽ ഓടാൻ പറ്റും, എന്ത് ചെയ്താൽ സന്തോഷമുണ്ടാകും. അരുമരക്ഷിതാവായ യേശുക്രിസ്തു പറഞ്ഞ വിഷയമുണ്ട്. യേശുക്രിസ്തു എങ്ങനെ ഇത്രയും കഷ്ടം സഹിച്ചു? അവിടെ നമ്മൾ കണ്ടത് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്തു. അപ്പോൾ യേശു എന്ത് ചെയ്തു? തൻ്റെ മുൻപിൽ വെച്ച സന്തോഷമോർത്തു. അപ്പോൾ യേശുക്രിസ്തു ഇതെല്ലാം സഹിക്കുവാൻ കാരണമായി തീർന്നത് തൻ്റെ മുൻപിലൊരു സന്തോഷമുണ്ടായിരുന്നു, തൻ്റെ മുൻപിലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നാലാമതായിട്ട് എനിക്കും നിങ്ങൾക്കും ഈ മടുപ്പ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എന്താ ഉണ്ടാകണം? എൻ്റെയും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഒന്ന് ഓർക്കണം. ഞാൻ എന്താ പ്രാപിക്കുവാൻ പോകുന്നത്? ഞാൻ ഇങ്ങനെ ഓടുന്നതിൻ്റെ ഗുണമെന്ന? ഈ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ അത് തുടരുത്, ഇത് തുടരുത്, അത് രുചിക്കരുത്, ഇത് രുചിക്കരുത്, മുഴുവൻ ബന്ധനമാ. അങ്ങനെ ഓടുന്നത് കൊണ്ടുള്ള ഗുണമെന്ന? ദൈവത്തിൻ്റെ ദാസനോട് ചോദിച്ചാൽ അറിയാം, തൻ്റെ മുൻപിലൊരു സന്തോഷമുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാം, എൻ്റെയും നിങ്ങളുടെ മുൻപിൽ സന്തോഷമുണ്ട്. എൻ്റെയും നിങ്ങളെ താൽക്കാലികമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ വെടിയുമ്പോൾ എനിക്കും നിങ്ങൾക്കും പ്രാപിക്കുവാൻ പോകുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന് എന്താ? ഒന്ന് നിത്യകാലം എൻ്റെ യേശുവിനോടുകൂടെ. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം അതാ, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അതാ. മറ്റൊന്നും കിട്ടിയില്ലെങ്കിലും മറ്റൊന്നും ആയിട്ടില്ലെങ്കിലും നിത്യകാലം എൻ്റെ യേശുവിനോട് കൂടെ ആയിരിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് നമ്മെ നേടിയെടുക്കുന്ന സന്തോഷമായിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും മുമ്പിൽ ഉള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട്. തിരുവചനം പറയുന്ന ഒരു വിശുദ്ധൻ്റെതായിരിക്കുന്ന പ്രത്യാശ എന്താണ്? അവൻ്റെ പ്രത്യേകത എന്താണ് അവൻ അനുഭവിക്കുവാൻ പോകുന്നത്? വല്ലപ്പോഴും ഇതൊക്കെ കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞോണം. കാരണം മറ്റൊന്നുമല്ല, ഈ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇന്ന് ഞാനിത് വിട്ടുകളയുന്നത്. ഞാൻ പോഷനായതുകൊണ്ടല്ല ഇന്നത് വിട്ടുകളയുന്നത്. ഞാൻ വെറും മഠയനായതുകൊണ്ടല്ല ഇന്നിത് വേണ്ടെന്ന് വെക്കുന്നത്. ഇത് വേണ്ടെന്ന് വെക്കുവാൻ കാരണമുണ്ട്. ഈ അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ നിത്യ തേജസ്സിന്റെ കണം പ്രാപിക്കേണ്ടതിനോ അതെ ഞാൻ വിട്ടുകളയുന്നത് ഈ അല്പകാലത്തിലെ കഷ്ടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് നിത്യ തേജസ്സിന്റെ കനം എനിക്ക് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ അതാ മുൻപിൽ കാണുന്നത്. നിത്യ തേജസ്സിന്റെ കനം കണ്ടുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് ഓടുന്നത്. അതാണ് എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ദർശനം അതാ, എൻ്റെ കാഴ്ചപ്പാടതാ. എൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ ഞാൻ നശിച്ചു പോകുവാൻ വേണ്ടി അല്ല, പിന്നെയോ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒന്ന് അത് പിടിക്കുവാനാണ് ഞാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു ചിന്ത മുൻപിൽ കടന്നു വന്നാൽ നമുക്കറിയാം, നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ഏത് പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിച്ച് മുൻപോട്ട് കടന്നു പോകുവാൻ സാധിക്കും. ഏത് പ്രതികൂലങ്ങളെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മുൻപിൽ ഓടേണ്ടതായ സിറ്റുവേഷൻ കടന്നു വരുന്നു. ഓടാൻ വയ്യ എന്ന് പറഞ്ഞാലും ഓടുക തന്നെ ചെയ്യും. കാരണം എന്നാ? ആ സിറ്റുവേഷൻ അതാ. എന്താ അതിന് കാരണമായി തീർന്നത്? നമ്മുടെ മുൻപിലൊന്ന് വെച്ചിട്ടുണ്ട്, മുൻപിലൊന്ന് കാണുന്നുണ്ട്, മുൻപിൽ ഏതൊക്കെയോ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കണമെങ്കിൽ വല്ലപ്പോഴും ഒന്ന് കാണണം. എന്തിനു വേണ്ടിയാ ദൈവം നമ്മെ വിളിച്ചത്? എന്താ ദൈവം നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്? എന്തൊക്കെ പദവിയാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? ഇത് കാണുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയപ്പെടും. എന്താ ഇവിടുത്തെ വിഷയം? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ എന്ത് ചെയ്യാൻ പറഞ്ഞു? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചോൾവീൻ. രണ്ട് കാര്യമാ ഒരു വിശ്വാസിയോട് ദൈവം പറയുന്നത്. ഒന്ന് പറഞ്ഞു, വിശ്വാസ നായകനും പൂർത്തിവൃത്തനുമായ യേശുവിനെ നോക്കുക. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. എന്താ ഈ രണ്ട് വാക്കുകളും പറയുന്നത്? രണ്ട് വാക്കുകളും പറയുന്ന ഒറ്റ കാര്യമാണ്. ഈ ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. പ്രൈസ് ഗോഡ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളുമായിട്ട് ഒരു പ്രത്യേകതയുണ്ട്, ഒത്തിരി സാമ്യമുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. എന്തുവാ സാമ്യം എന്ന് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ പരീക്ഷയും കർത്താവായ യേശുവും സഹിച്ചു.
എന്നാൽ ഒന്ന് മാത്രം യേശുവിന് വന്നിട്ടില്ല, യേശു അതിനകത്ത് പാപം ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുന്നു. അപ്പൊ ഇതാണ് വ്യത്യാസം. ഇതാണെങ്കിലും ഒത്തിരി സാമ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏത് കഷ്ടതയാണെങ്കിലും എനിക്കൊന്ന് യേശുവിനെ ഒന്ന് നോക്കാൻ സാധിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ആ കഷ്ടതയെ കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരം തരുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അത് നമുക്കുള്ള നല്ലൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. പക്ഷേ അതിനകത്ത് കടിച്ചു തൂങ്ങുവാനല്ല നമ്മൾ നിൽക്കേണ്ടത്. താഴെ പറയുന്നു, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അപ്പോൾ എനിക്കുള്ള പരീക്ഷ കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, യേശു പാപം ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുവിനെ നോക്കുവാൻ സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യേശുവായിരിക്കണം എൻ്റെ കണ്ണാടി. അതാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച ഭാഗം. അതാണ് എൻ്റെ യേശുവാകണം എൻ്റെ കണ്ണാടി. ഞാൻ നോക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ആയിരിക്കണം. യേശു ക്രിസ്തുവിൽ കൂടെ ആകണം ഞാൻ കാണേണ്ടത്. യേശു എന്ത് ചെയ്തു എന്നുള്ളതാണ് ഞാൻ കാണേണ്ടത്. എന്നിട്ട് ഞാൻ അത് ചെയ്യുക എന്നുള്ളതാ. യേശു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാനത് മറന്നുവെച്ച് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ചെയ്തത് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. യേശു എന്ത് പ്രവർത്തിച്ചു അതിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. സ്വന്തം സഹോദരന്മാരെ നിന്ദിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിനെ നോക്ക്. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, തൻ്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചില്ല. അമ്മ എപ്പോഴും മറന്നിട്ടുണ്ടോ? യേശുവിനോട് ചോദിച്ചിട്ട് യേശുവിന് പറയാൻ സാധിക്കും, എന്നെയും കൊച്ചിലെ വിട്ടേച്ചു പോയതാ. പ്രമാണിമാർ വല്ലതും ദുഷിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ പറയാൻ പറ്റും. പ്രമാണിമാർ ദുഷിച്ചത് മാത്രമല്ല, എന്നെ ഇഷ്ടം പോലെ ഉപദ്രവിച്ചതാ. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന ഏത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? യേശുവിനോട് ചോദിച്ച്, ഞാൻ മാത്രമല്ല എൻ്റെ അരിമ ശിഷ്യന്മാരും കൂടെ പട്ടിണി കിടന്നതാ. അതുകൊണ്ട് ഒരു ശബത്ത് ദിവസം അവർ വഴിയിൽ കൂടെ വയലിൽ കൂടെ നടന്നുകൊണ്ടിരുന്നു. നടന്നപ്പോൾ എന്ത് ചെയ്തു? അവരുടെ വിശപ്പിൻ്റെ ആധിക്യം മുഖാന്തരമായിട്ട് ഈ ശിഷ്യന്മാർ കതിര് പറിച്ചവർ തിന്നു. യഹൂദന്മാരെ പറഞ്ഞു 4 കുറ്റം. 1 കതിര് പറിച്ചു, 2 തിന്നു എന്ന് വേണ്ട 3-4 ശാബത്തിനെ ലംഘിച്ച കുറ്റങ്ങളാണ് ശിഷ്യന്മാരുടെ മുകളിൽ കരുതിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ഏതെല്ലാം അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്, ഏതെല്ലാം പ്രയാസങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ അരുമനാഥനാകുന്ന യേശുവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിയാൽ ആ പ്രയാസങ്ങൾ മുഴുവൻ യേശു വഹിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. യേശു വഹിച്ചുവെങ്കിൽ അതിന് പ്രത്യേകതയുണ്ട്. മറ്റുള്ള വിശുദ്ധന്മാർ വഹിച്ചതുപോലെ അല്ല കർത്താവായ യേശു വഹിച്ചത്. അവരുടെ പലരുടെയും ജീവിതത്തിൽ പരാജയത്തിൻ്റെ കണക്കുകൾ പറയുവാൻ സാധിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വിജയത്തിൻ്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. യേശു വിജയാളിയായി കടന്നു വന്നു. അതുകൊണ്ട് എന്താ ആവശ്യമായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കണമെങ്കിൽ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവേൻ. കർത്താവായ യേശുവിനെ നോക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ആദ്യം തട്ടിച്ച് നോക്കേണ്ടത് അരിമനാഥനാകുന്ന യേശുവിനെയാണ്. യേശുവിനെ കണ്ട് യേശു ആ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ യേശു ജയമെടുത്തുവോ അത് നമ്മുടെ പാവത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആരായി മാറ്റപ്പെടുമെന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കൾ. യേശുവിൻ്റെ സ്വഭാവം നമ്മൾ കൂടെ വെളിപ്പെടുക, യേശുവിൻ്റെ പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടുക, യേശുവിൻ്റെ കരങ്ങൾ നമ്മൾ കൂടെ വെളിപ്പെടുക. സ്വർഗത്തിലെ ദൈവത്തിന് അതാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രസാദമായത് അതാ. എന്താ ഇവിടുത്തെ വിഷയം? പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചൊൽവീൻ. എബ്രായ വിശ്വാസികളോട് പറയുക, തളർന്നു പോകരുത്. എബ്രായ വിശ്വാസികളോട് പറയുക, മടുത്തു പോകരുത്. മടുപ്പിൻ്റെ അവസ്ഥയിൽ വന്നിരിക്കുക. നിങ്ങൾക്കറിയാം, 10-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാ. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ യാതൊരു ധൈര്യം നിങ്ങൾ വിട്ടുകളയരുത്. മഹാപ്രതിഫലം, ഒരു വലിയ പ്രതിഫലമാണ്. ഒരല്പ ദിവസം കൂടെ
അല്പ ദിവസം കൂടെ, അല്പസമയം കൂടെ. ഇതാണ് സാക്ഷികൾക്ക് പറയുവാനുള്ളത്. അവർ ചുറ്റുപാടുന്ന് കൈയടിച്ചു തരിക. എന്താ അവർക്ക് പറയാനുള്ളത്? കുഞ്ഞെ, ഇതുവരെ നീ നന്നായിട്ട് ഓടി, ഇത്രയും നീ നന്നായിട്ട് ചെയ്തു, ഒരു സ്റ്റെപ്പൂടെ, ഒരു സ്റ്റെപ്പൂടെ, ഒരു സ്റ്റെപ്പൂടെ മുൻപോട്ട് വെക്കുവാൻ നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾ കാണുന്നത് ആ സാക്ഷികളുടെ വാക്കുകൾ മാത്രമല്ല, എൻ്റെ അരുമനാഥനെ ഞാൻ കാണുക. എങ്ങനെ ഓടി അവൻ ഓട്ടം തികച്ചു. എല്ലാവരും വിശുദ്ധ കണ്ണുകൾ അടച്ചാട്ട് കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മുടെ അവസ്ഥയെന്ന് പറയുന്നത് ക്ഷീണമുള്ള അവസ്ഥയായിരിക്കാം, ക്ഷീണിച്ചിരിക്കുന്ന സമയമായിരിക്കാം. പ്രയാസങ്ങൾ ഒത്തിരി ജീവിതത്തിൽ ഇതുവരെയും നമുക്കൊരു വിടുതൽ കണ്ടിട്ടില്ല. നമ്മൾ പലതും ആഗ്രഹിച്ചു, നമ്മൾ പലതും എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുന്ന വിരുദ്ധമായിട്ട് ചില പ്രയാസങ്ങൾ വീണ്ടും വീണ്ടും കടന്നു വരുന്നു. പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്കിതിൽ നിന്നൊരു വിടുതലില്ലേ, എനിക്കിതിൽ നിന്നൊരു മോചനമില്ലേ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ഒരു കാര്യം, കുഞ്ഞേ, നിന്റെ അതിധൈര്യമുള്ള ആ മഹാപ്രതിഫലം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ധൈര്യം തള്ളിക്കളയരുത്, ഈ ധൈര്യം തള്ളിക്കളയരുത്. ഇത്രയും കാലം പിടിച്ചു നിൽക്കുവാൻ സാധിച്ചല്ലോ, ഒരല്പകാലം കൂടെ, ഒരല്പകാലം കൂടെ, ഒരല്പകാലം കൂടെ, ഒരല്പം കൂടെ മുൻപോട്ടെടുത്ത് കാലമയ്യ. ചുറ്റുപാട് നോക്കി സാക്ഷികളുടെ വലിയ സമൂഹം നിൽക്കുക. അവർ ചുറ്റുപാടുന്ന് കരങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞെ, നന്നായിട്ട് ഇതുവരെ ഓടി, നീ ഓട്, ഒരു സ്റ്റെപ്പൂടെ എടുത്തു പോയി. ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. നോഹയ്ക്ക് പറയുവാനുണ്ട്, മറ്റെല്ലാവരും നിന്നെ കളിയാക്കിയാലും ഒരു കാര്യം സത്യമാണ്, വിളിച്ചവൻ വിശ്വസ്തന. ഹല്ലേലൂയ. നിന്നെ പഴിക്കുന്നവരെല്ലാവരും നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന സമയമുണ്ട്. നിന്നെ പഴിച്ചവർ, നിന്ദിച്ചവരെല്ലാവരും നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ആ കൂട്ടം ആൾക്കാർ പറയും, അന്ന് നീ എടുത്ത തീരുമാനം എത്ര നല്ലതായിരുന്നു. ഇന്ന് അവർ പറയും, നീ പോഷണ, എന്തിനാ ഇതൊക്കെ വിട്ടേച്ചു പോയത്, എന്തിനാ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചത്. എന്നാൽ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്, അന്ന് അവർ പറയുവാൻ ഇടയായിത്തരും, ആ എടുത്ത തീരുമാനം എത്ര നല്ലതായിരുന്നു. ന്യായവിധിയുടെ വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നോഹ ചെയ്തത് ആ പെട്ടകത്തിൽ അതേ ന്യായവിധിയുടെ വെള്ളത്തിൽ താൻ പൊങ്ങിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ.